മോനെ, ഇത് തന്നെയാണോ ഈ സ്ഥലം? എനിക്കറിയില്ല. തേരൊഴുകുന്ന നാടാണ് പോലും. ഏത് നാടിന്റെ കാര്യമാണോ ഈ പറയുന്നേ? അപ്പച്ചൻ ആരോടാ ഈ സംസാരിക്കുന്നേ? ആകെ മടുത്തല്ലേ? ഞാനൊരു ആത്മകഥം പറഞ്ഞതാ കുഞ്ഞെ. ഈ മല കയറി പള്ളിയിലെത്താൻ എന്നാ പാടാ. ഇതല്പം ബുദ്ധിമുട്ടാ അപ്പച്ച. കണ്ടോ, എല്ലാ തീർത്ഥാടകരും അവശനാണ്. പക്ഷേ അപ്പച്ചന്റെ ക്ഷീണം മനസ്സിനാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അതെനിക്ക് മനസ്സിലാവും അപ്പച്ച. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പറഞ്ഞത് ശരിയാ കുഞ്ഞെ. അമേരിക്കയിൽ വന്നിട്ടിപ്പോ 22 വർഷങ്ങളായി. ജോലി ചെയ്യാനാവുന്നില്ല, മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എൻ്റെ കടബാധ്യതകൾ, അങ്ങനെ എണ്ണിയാൽ തീരാതെ മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടമാണ്. സാരമില്ല അപ്പച്ച. ഈ പോകുന്ന എല്ലാ തീർത്ഥാടകർക്കും ഓരോ ഭാരങ്ങളുണ്ട്. അവർ മനസ്സിൽ അതാണ് സംസാരിക്കുന്നത്. ആ വരുന്ന പുരോഹിതനെ കണ്ടോ? കണ്ടു. അല്ല, അച്ഛന്മാർക്കും വിഷമങ്ങളുണ്ടോ? ഉണ്ട്. ആ മനസ്സ് പറയുന്നത് കേട്ടു നോക്ക്. ഞാൻ സ്ഥലം മാറി വന്ന ഇടവകയാണോ കാരണം? അതോ വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തതാണോ? ഇങ്ങനെ ഓരോ തീർത്ഥാടകരും സംസാരിക്കുന്നുണ്ട്. അപ്പച്ചൻ ശ്രദ്ധിച്ചു നോക്കി. ഇത് സിസ്റ്റർ ജസീന്ത. ദൈവമേ, മദർ ഹൗസിന്റെ ഇൻചാർജ് മുഴുവൻ, പിന്നെ പുതിയതായി വന്ന സിസ്റ്റേഴ്സിന്റെ ഒരു തീക്ഷ്ണത കുറവ്, പിന്നെ ഇടവകയിലെ കാര്യങ്ങൾ. എനിക്കിതൊക്കെ താങ്ങാൻ പറ്റുമോ? എൻ്റെ ഈശോയെ, എന്നതാ എൻ്റെ കുഴപ്പം? ഫോർഡ് കാർ കമ്പനിയുടെ പേര് കേട്ട് എഞ്ചിനീയർ, ഓരെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമ. പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ ഈ മുൻകോപം കാരണം 14 മണിക്കൂർ അകലെ മാറി താമസിക്കുന്ന മക്കൾ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഭാര്യ, പിന്നെ എന്നെ നിർത്താൻ കഴിയാത്ത മദ്യപാനവും. ജോസുകുട്ടി മേലെപ്പറമ്പ് എന്നാ എൻ്റെ പേര്. മേലെപ്പറമ്പ്. ഇതാണ് മേരിക്കുട്ടി പൊന്നൂസ്. ഇവരും സങ്കടത്തിലാ. നഴ്സിംഗ് എന്ന മഹത്തായ തൊഴിൽ പഠിക്കുമ്പോൾ കരിയറിൽ ഏറ്റവും ഉയരത്തിൽ നല്ല സ്ഥലത്തെത്തണമെന്നായിരുന്നു. ആ ജോലിയായിരുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷാമാർഗം. ആദ്യം മുംബൈയിൽ, പിന്നെ കുറേ നാൾ സൗദിയിൽ, ഇപ്പോൾ അമേരിക്കയിൽ. ഭർത്താവും 2 ആൺമക്കളും അതീവ സുന്ദരിയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന 18-കാരിയായ മകളും. ഓവർ ടൈം ചെയ്ത് വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കി ഇപ്പോ ഭർത്താവും മക്കളും നിലയ്ക്ക് നിൽക്കാതെയായി. എൻ്റെ മനസ്സും. ആ വരുന്ന പയ്യനെ കണ്ടോ? സാൻജോ കിഴക്കൻ, കൊച്ചിയിലെ ചേരാനെല്ലൂർ സ്വദേശി, സ്വർണ്ണ വ്യാപാരിയായ അറിയപ്പെടുന്ന ദാനശീലനായ വറീദ് കിഴക്കൻ്റെ മകൻ. നാട്ടിൽ പോയിട്ട് ഇപ്പോൾ 9 വർഷമായി.
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. H1 വിസയുടെ പ്രശ്നങ്ങൾ, ഒരു കല്യാണാലോചന പോലും ശരിയാകുന്നില്ല. ദൈവമേ, മനസ്സ് ശരിയാകാതെ ദേ ഇപ്പോ ചില തെറ്റായ കൂട്ടുകെട്ടിലും അകപ്പെട്ടു പോയിരിക്കുന്നു. അതാ മിടുക്കിയായ റോസീന ഡൊമിനിക്കിനും ഉണ്ട് ഒരുപാട് വിഷമങ്ങൾ. മമ്മിയോടും ഡാഡിയോടും ഒന്ന് സംസാരിച്ചിട്ട് പോലും ഇപ്പോൾ 10 വർഷമായി. PhD ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപകർഷതാബോധവും ഹൈപ്പർ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കുമായി കുർബാന സ്വീകരിക്കാൻ പോലും മുന്നോട്ട് വരാൻ പേടിയാണ് എനിക്ക്. റെൻ്റ് പോലും താങ്ങാൻ പറ്റുന്നില്ല. ഷെയർ ചെയ്യാൻ ഒരു റൂംമേറ്റിനെ അന്വേഷിച്ചിട്ട് പോലും അതും കിട്ടുന്നില്ലല്ലോ. Jason John? What's happening, bro? Hey, Teresa Palavital. What's going on? What are you doing here? What you mean? I mean, you who's beautiful. I mean, God did spend his extra time creating you. You're talented. Not to mention, who doesn't know about the Palavital's wealth? It's not all about the money, beauty, or talent, Jay. There's more to my life. Like what? What is that? I'm not comfortable talking about it now. But you? Here? Are you still planning to join the seminary after our high school graduation? I don't know. Hey, Jay, I notice you're a little down nowadays. You know everything will be okay, right? Yes, I know. Everything will be okay. But are you gonna be okay? You know, I'm always gonna be here for you, right? Well, Jay, I've been going through some major anxiety and sometimes panic attacks. There's just been so much peer pressure. I mean, even my best friend has been going through an addiction for the past 2 years now. I've been trying to figure out what's the right thing to do. I mean, do I speak up or do I keep it all down? How do I get her back into the faith? Bring it up to the cross, Teresa. Let's bring it up to the cross. That's where the hope is. Will you let me be your servant? Let me be as Christ to you. Pray that I may have the grace to let you be my servant too. We are pilgrims on a journey. We are travelers on the road. We are here to help each other walk the mile and bear the load. ശരിക്കും കുഞ്ഞ് ആരാ? എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാകുന്നേ? ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തോടനുബന്ധിച്ച് നടത്തുന്ന മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററാണ്. എന്ന് വെച്ചാ ഈ മാനസിക രോഗാശ അല്ല പച്ച, അത് പഴയ ആൾക്കാരുടെ തോന്നലാണ്. നമ്മുടെ മനസ്സിനെ അറിയാൻ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്ന ഒരു രീതി, അത്രേ ഉള്ളൂ. ക്രൈസ്തവ വിശ്വാസ യാത്ര ഒരു ഏകാകിയുടെ യാത്രയല്ല. നാം ഓരോരുത്തരും നടക്കുന്ന പാതകളിൽ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ് ഏവരെയും ചേർത്ത് പിടിച്ച് നടത്തേണ്ട ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിലൂടെ പ്രോത്സാഹനത്തിൻ്റെയും പരസ്പരം ധൈര്യവും കരുത്തും കാരുണ്യവും പകരുന്ന ഒന്നായി ഈ ജൂബിലി വർഷ ഇടവക ദിനത്തിൽ നാം അനുസ്മരിക്കേണ്ട ഒന്നാണ്. അതെ അതെ അതെ. എന്താ അവിടെ?
ജപമാല റാലിയാണോ? അല്ല, അത് വിശുദ്ധ കുരിശിൻ്റെ പ്രദക്ഷിണാണ് അപ്പച്ച. നമ്മുടെ പൂർവികർ മുതൽ അവരുടെ ജീവിത പ്രശ്നങ്ങളും പ്രതീക്ഷകളും വിശുദ്ധ കുരിശിൻ്റെ മുൻപിൽ സമർപ്പിച്ചല്ലേ ജീവിത വിജയം വരിച്ചത്. അതെ അതെ അതെ. St. Augustine, in his book Confessions, wrote, "You have made us for yourself, O Lord, and our hearts are restless until they rest in you." Dear Jesus, Father God, today let us all be reminded that humans are created for God and can only find true happiness, peace, and fulfillment when we are connected to you. In St. Paul's letter to the Romans, hope does not disappoint. Our Pope has emphasized what we know as followers of Jesus Christ, that the Christian hope is not mere optimism, but a firm anchor rooted in the resurrection of Christ. It is a holy gift from God that can sustain us faithful through all difficult times on this earth. As we move forward tonight, celebrating the love and community, faith, and fellowship amongst us, we wish you all a very happy Parish Day.